നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രാണായാമത്തിന്റെ പരിവർത്തന ശക്തിയെക്കുറിച്ചാണ്. എങ്ങനെ ഒരു ലളിതമായ ശ്വാസാഭ്യാസം മനസ്സിനെയും ശരീരത്തെയും മാത്രമല്ല നമ്മുടെ ബോധത്തെയും ജീവിതത്തെയും തന്നെ മാറ്റിമറിക്കുന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. പ്രാണായാമ പരിശീലനത്തിൽ പ്രാണൻ അപാനയുമായി സംയോജിക്കുന്നു. ഐക്യമായ പ്രാണ-അപാന ഊർജം സുഷുമ്നാ നാഡിയിലൂടെ ഉയരുമ്പോൾ അത്ഭുതകരമായൊരു മാറ്റം നടക്കുന്നു. ജ്ഞാനത്തിന്റെ പ്രകാശം തെളിയുന്നു, കുണ്ഡലിനി ഉണരുന്നു, മനസ്സ് ചിന്താശൂന്യമായ മേഖലയിൽ പ്രവേശിക്കുന്നു. യോഗിയുടെ എല്ലാ കർമ്മബീജങ്ങളും അഗ്നിയിൽ ദഹിക്കുന്നു. ഇന്ദ്രിയങ്ങൾ പ്രാണന്റെ യാഗത്തിൽ ലയിക്കുന്നു. ഈ ഘട്ടത്തിലാണ് തലച്ചോറിന്റെ നിദ്രാകേന്ദ്രങ്ങൾ ഉണരുന്നത്. പൊതുവെ തലച്ചോറും മനസ്സും ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ യോഗത്തിന്റെ ദൃഷ്ടികോൺ വ്യത്യസ്തമാണ്. യോഗം പറയുന്നു, മനസ്സിനെയും ബോധത്തെയും ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേർതിരിക്കണം. തലച്ചോറും ബോധവും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ കൂടുതൽ ആഴത്തിലുള്ള ധാരണയുടെയും തിരിച്ചറിവിന്റെയും ലോകത്തിലേക്ക് കടക്കുന്നു. ഇതാണ് യോഗയുടെ യഥാർത്ഥ തുടക്കം. നമ്മുടെ തലച്ചോറിൽ കോടിക്കണക്കിന് കോശങ്ങൾ അക്രമമായ തരംഗങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവ ഒരാളുടെ ചിന്തകളെയും വികാരങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നു. അക്രമമായ ബ്രെയിൻ വേവ് പ്രവർത്തനം ജീവിതത്തിൽ ആശയക്കുഴപ്പം, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവയായി പ്രകടമാവുന്നു. ഇവയെ ഒറ്റ സ്പന്ദനമായ ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള താക്കോൽ പ്രാണായാമം തന്നെയാണ്. ഇടയും പിങ്കളയും സന്തുലിതമാകുമ്പോൾ മാത്രമേ സുഷുമ്ന പ്രവർത്തിക്കുകയും തലച്ചോറിന്റെ കോശങ്ങൾ ക്രമത്തിലാകുകയും ചെയ്യും. പ്രാണായാമം ഇടയും പിങ്കളയും ശുദ്ധീകരിക്കുകയും സുഷുമ്നയും കുണ്ഡലിനിയും ഉണർത്തുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായി തലച്ചോറിലെ തരംഗങ്ങൾ സുഗമമാകുന്നു, ആർക്കൈപ്പുകൾ പുനഃക്രമീകരിക്കുന്നു, മനസ്സിലെ തടസ്സങ്ങൾ നീങ്ങുന്നു. അങ്ങനെ വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും നവോത്ഥാനം സാധ്യമാണ്. ശാസ്ത്രമനുസരിച്ച് മനുഷ്യപരിണാമത്തിൽ തലച്ചോറിന്റെ ചാരദ്രവ്യം ക്രമേണ മാറിക്കൊണ്ടിരിക്കുന്നു. പ്രാണായാമം ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. അതിലൂടെ മനുഷ്യൻ തന്റെ സ്വാഭാവിക പരിണാമചക്രത്തിന് അപ്പുറമെത്തുകയും ഉയർന്ന ബോധാവസ്ഥകളിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് വായിച്ചോ കേട്ടോ മനസ്സിലാക്കാൻ കഴിയില്ല. സ്വയം പരിശീലനം നടത്തി മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ശ്വാസം ഒരു അദ്ഭുതമാണ്. അത് അബോധാവസ്ഥയിൽ നടക്കുന്നു, പക്ഷേ നമ്മൾ അത് ബോധപൂർവം ചെയ്യാനും കഴിയും. ഹൃദയമിടിപ്പ്, ശരീരതാപനില, ഉപാപചയം ഇവ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ ശ്വാസം മാത്രം നമ്മൾ ബോധത്തോടെ നിയന്ത്രിക്കാൻ കഴിയും. ബോധപൂർവമായ ശ്വസനം തലച്ചോറിലെ സെറിബ്രൽ കോർട്ടെക്സ് ഉത്തേജിപ്പിക്കുന്നു. അതിലൂടെ മനുഷ്യൻ പരിണാമത്തിന്റെ ഉയർന്ന ഘട്ടങ്ങളിലേക്ക് വളരുന്നു. ബോധപൂർവമായ ശ്വസനം തുടങ്ങുന്നത് ഞാൻ ശ്വസിക്കുന്നു എന്ന തിരിച്ചറിവോടെയാണ്. ശ്വാസം പ്രാണന്റെ വാഹനം, അവബോധം ബോധത്തിന്റെ വാഹനം. ഇവ രണ്ടും ഒരുമിച്ച് നീങ്ങുമ്പോൾ മനുഷ്യന്റെ സാക്ഷിബോധം ഉണരുന്നു. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നു, സ്വാഭാവികമായൊരു താളവും വിശ്രമവും നൽകുന്നു. പ്രാണായാമം പോലെ തലച്ചോറിനെയും മനസ്സിനെയും വേഗത്തിൽ സ്വാധീനിക്കുന്ന മറ്റൊരു മാർഗമില്ല. സുഹൃത്തുക്കളെ, പരിവർത്തനത്തിനുള്ള പ്രാണായാമം ശ്വാസത്തിന്റെ നിയന്ത്രണത്തിലൂടെ മനസ്സിനെയും തലച്ചോറിനെയും മാറ്റി ജീവിതത്തെയും സമൂഹത്തെയും പുതുതായി നിർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് ദിവസവും കുറച്ചു സമയം ബോധപൂർവമായ ശ്വസനത്തിനും പ്രാണായാമത്തിനും മാറ്റിവെക്കൂ. അത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.